നമസ്കാരം. ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവ് ഭാരതരത്നം കർപ്പൂരി താക്കൂർജിയുടെ ജന്മദിന അനുസ്മരണം സംഘടിപ്പിച്ചു. ജനതാദൾ യുണൈറ്റഡ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ജനതാദൾ യുണൈറ്റഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കരിക്കകം വി ചക്രപാണി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ജില്ലാ ഉപാധ്യക്ഷൻ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ഭരത് മോഹൻ മുട്ടത്തറ, CV ശരവണൻ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. വനിതാ വിഭാഗം നേതാവ് രശ്മി ഗോപൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ആറ്റുകാൽ സുരേന്ദ്രൻ, തകഴി അപ്പുക്കുട്ടൻ, നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ ദീപു ദിവാകരൻ, സബിൻ രാജൻ, സുധേവൻ, കൃഷ്ണൻകുട്ടി എന്നിവർ പങ്കെടുത്തു. മുന്നോക്കത്തിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അദ്ദേഹം ബീഹാർ എന്ന സംസ്ഥാനത്ത് 2 പ്രാവശ്യം മുഖ്യമന്ത്രിയും 8 പ്രാവശ്യം നിയമസഭാ അംഗവുമായിരിക്കെ ബീഹാറിനെ വിദ്യാഭ്യാസപരമായി സാമൂഹികപരമായി എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവ് നിയമസഭയിലും പുറത്തും മുന്നോക്ക ജനവിഭാഗത്തിൻ്റെ ഒരു കണിവെള്ളിയായി മാറാൻ ബീഹാർ ഉള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ബഹുമാനപൂർവ്വം ഇന്ന് സ്മരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 2024 നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അദ്ദേഹത്തെ ഭാരതരത്നം കൊടുത്ത് ആദരിച്ചത്. വന്യജീവി ആക്രമണം തടയാൻ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നും വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ മരണപ്പെട്ട രാധയുടെ കുടുംബത്തിന് അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്നും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗാക്രമണവും തടയാൻ സർക്കാർ അടിയന്തര നിയമനിർമ്മാണം നടത്തണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യജീവികളെ തുരത്തുവാനുള്ള അവകാശം അത് കർഷകന് നൽകുക മാത്രമാണ് ഏക പരിഹാരം. ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, മനുഷ്യജീവന് സംരക്ഷണം നൽകപ്പെടുന്ന തരത്തിലുള്ള പുതിയ വന്യജീവി സംരക്ഷണ നിയമം സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി പാസ്സാക്കണം. അതോടൊപ്പം തന്നെ ഇന്ന് വയനാട്ടിൽ ഈ കടുവയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട രാധ എന്ന് പറയുന്ന സ്ത്രീയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായം നൽകാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാവണമെന്നും ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു.